ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീട്ടിലൊരു ചെയറിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 20 മിനിറ്റ് വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആർക്കും അനായാസം. ഓക്കെ, നിങ്ങൾക്ക് സ്ത്രീകൾക്കും പ്രായമായവർക്കും ആർക്കും വേണമെങ്കിലും വീട്ടിലിത് അനായാസമായിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്, നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയറിൽ ഇരുന്നു കൊണ്ട് ഇതേപോലെ കണ്ടില്ലേ, നിങ്ങളുടെ ഷോൾഡർ ഷ്രഗ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ സ്വല്പം നിങ്ങളുടെ കൈ ബാക്കിലോട്ട് ഒന്നാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റിക്ക് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ തിരിച്ച് 10 പ്രാവശ്യം അതേപോലെ ആവർത്തിക്കുക. നിങ്ങൾ ആദ്യം ബാക്കിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ ഷോൾഡർ ഫ്ലെക്സിബിലിറ്റിക്കും ഷോൾഡർ മൊബിലിറ്റിക്കും ഇത് നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ 10 പ്രാവശ്യം വെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഉയർത്തുക, പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. Like things get in your way, push through those walls and the others will fall. Sit up, stand tall, you can get through it all. I need some energy, anxiety's no friend to me. I have a ഓക്കെ, അതിനുശേഷം നമ്മൾ 5 സെക്കൻഡ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നെക്ക് റൊട്ടേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ നെക്ക് ഇതേ കണക്ക് ഇടത്തോട്ടും വലത്തോട്ടും ഇതേപോലെ നിങ്ങൾക്ക് റൊട്ടേഷൻ ചെയ്യാം. നിങ്ങൾ 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഈ വർക്കൗട്ടുകളെല്ലാം ഫുള്ളായിട്ട് തന്നെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ വർക്കൗട്ട് കണ്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതേ കണക്ക് നെക്ക് റൊട്ടേഷൻ ചെയ്യുക, നിങ്ങളുടെ കഴുത്തിലെ പേശികൾക്ക് സ്ട്രെങ്തൻ കിട്ടുവാനായി. ഓക്കെ, നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോറാംസ് ഭാഗം ഇതേ കണക്ക് മുട്ട് ചുരുട്ടി പിടിച്ചുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും ഇതേ കണക്ക് 10 പ്രാവശ്യം ചെയ്യാം. ഇത് നിങ്ങളുടെ ഫോറാംസിൻ്റെ ആ ഒരു മൊബിലിറ്റി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. നിങ്ങളുടെ എൽബോയ്ക്കും നല്ല വ്യായാമമാണ്. ഓരോ വർക്കൗട്ടിന് ശേഷവും നിങ്ങൾ 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് നിങ്ങൾ ഷോൾഡറിൽ കൈവച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേ കണക്ക് ബാക്കിലൂടെയും ഫ്രണ്ടിലൂടെയും നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, ഇതേപോലെ അതിനുശേഷം ബാക്ക് വഴി. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ 10 പ്രാവശ്യം ആവർത്തിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യാം. അടുത്ത വർക്കൗട്ട് നിങ്ങൾ കൈകൾ ഉയർത്തുക. അതിനുശേഷം നിങ്ങൾ കൈകൾ കൊണ്ടുവന്ന് താഴെ മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ കണ്ടില്ലേ, നിങ്ങൾക്ക് 10 പ്രാവശ്യം ഇതേപോലെ ചെയ്യാം. ഇത് നിങ്ങളുടെ ആ ഒരു ലോവർ ബാക്കിന് നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനും ഒരു മൂവ്മെൻറ്റ്സിനുമൊക്കെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ സ്ട്രെച്ച് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 5 സെക്കൻഡ് റെസ്റ്റിന് ശേഷം നമുക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ കൈകൾ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും പതുക്കെ ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇത്ര മാത്രം, കണ്ടില്ലേ, ഇത്ര മാത്രം. ഒരുപാട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇത്ര മാത്രമേ നിങ്ങൾ വരാൻ പാടുള്ളൂ. 10 പ്രാവശ്യം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഹിപ്പ് ഭാഗത്തെ മസിൽസിന് നല്ല ഒരു വർക്കൗട്ടാണ്.
ഓക്കെ, 5 സെക്കൻഡ് റെസ്റ്റിന് ശേഷം നിങ്ങൾ കാലുകൾ ഇതേപോലെ അല്പം അകത്തി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് മുകളിലോട്ട് ഉയർത്തി ഒരു കൈ പതുക്കെ കൊണ്ടുവന്ന് നമ്മുടെ കാലിലായിട്ട് ഇങ്ങനെ തൊടുക. ഓപ്പോസിറ്റ് സൈഡിലെ കാലിലായിട്ട് ഇതേപോലെ തൊടുവാനായിട്ട് ശ്രമിക്കുക. കണ്ടില്ലേ, ഇത് നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ നല്ല ഒരു വർക്കൗട്ടാണ്. അതുകണക്ക് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ഒരു മൂവ്മെൻറ്റ്സ് തരാൻ സഹായിക്കുന്ന അടിപൊളി ഒരു വ്യായാമമാണ്. ഓക്കെ, അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ ഹിപ്പ് ഭാഗത്തായിട്ട് ഇതിന് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കൈ ഇതേ കണക്ക് എതിർവശത്തോട്ട് താഴോട്ട് കൊണ്ടുപോവുക. കണ്ടില്ലേ, നിങ്ങളുടെ വലത്തെ കൈ ഇതേ കണക്ക് ഹിപ്പ് ഭാഗത്ത് ആദ്യം പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഇടത്തെ കൈ താഴോട്ട് കൊണ്ടുവന്നിട്ട് മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഒരു ഹിപ്പ് മൂവ്മെൻറ്റ്സിന്, ഹിപ്പ് മൊബിലിറ്റിക്ക് നല്ല ഒരു എക്സസൈസാണ്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഇങ്ങനെ 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത കൈ നിങ്ങൾ ഹിപ്പിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എതിർഭാഗത്തോട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക 10 പ്രാവശ്യം. ഓക്കെ, No fear, see clear, you deserve to be great. I know it feels like things get in your way. Push through those walls and the others will fall. Sit up, stand tall, you can get through it all. I need some energy, anxiety's no friend of me. I have a short memory, I don't really remember things. ഓക്കെ, 5 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാലുകൾ ഇതേപോലെ ഉയർത്തിപ്പിടിക്കാം. ഓക്കെ, ഇതേപോലെ ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ റൊട്ടേഷൻ ചെയ്യുക. ഓക്കെ, ഇടത്തോട്ടും വലത്തോട്ടും ഇതേപോലെ. കണ്ടില്ലേ, ആംഗിൾ റൊട്ടേഷനാണ് ഇത്. നമ്മുടെ കാലുകൾക്ക്, നമ്മുടെ ആ ഒരു കാഫ് മസിലിന്, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കാലിൻ്റെ പാദങ്ങൾക്ക്, ആ ഒരു ഭാഗത്തെ മസിൽസിനൊക്കെ സ്ട്രെങ്ത് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. നിങ്ങൾക്ക് 10 പ്രാവശ്യം ചെയ്യാം. I've done it before and man, I'm not perfect. I'm changing who I am. I'm making a new plan, rearranging my life. നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാല് പതുക്കെ ഉയർത്തി കൈകൾ കൊണ്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടുത്ത കാല് ഉയർത്തിയിട്ട് ഇതേ കണക്ക് കൈകൾ കൊണ്ട് പിടിച്ച് മാക്സിമം മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. ഇത് നിങ്ങളുടെ ആ ഒരു ഹാംസ്ട്രിങ് ഭാഗം, തൈ ഭാഗത്തിനൊക്കെ നല്ല സ്ട്രെച്ചിങ് കിട്ടാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് നിങ്ങൾ ആ ഒരു തലയുടെ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ ഇതേപോലെ ഇത്രമാത്രം കുനിഞ്ഞു വരാം. അതിനുശേഷം ഇതേപോലെ നിവരുക. കണ്ടില്ലേ, ഇത്രമാത്രം കുനിയാം, നിവരാം. ഓക്കെ, ഇത് നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെ ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. ഓക്കെ, നിങ്ങളുടെ ആപ്സിനും നല്ല പ്രയോജനം കിട്ടും. നിങ്ങളുടെ ആപ്സിൻ്റെ ഫാറ്റൊക്കെ കുറയ്ക്കാൻ സഹായിക്കാനും ഇത് വളരെ ഉപകാരപ്പെടും. 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഓക്കെ, 5 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. ഇതേ കണക്ക് കൈ തലയിലോട്ട് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു കാൽ പതുക്കെ ഉയർത്തുന്ന സൈഡിലോട്ട് നിങ്ങളുടെ ബോഡിയെ പതുക്കെ കൊണ്ടുവരിക. ഇതേപോലെ. കണ്ടില്ലേ, നിങ്ങളുടെ ആ ഒരു എൽബോ കൊന്നിട്ട് നിങ്ങളുടെ ആ ഒരു കാൽമുട്ടിലോട്ട് തട്ടുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടിപൊളി വ്യായാമമാണ്. നിങ്ങളുടെ ആപ്സിനും നിങ്ങളുടെ കാലുകൾക്കും നല്ല പ്രയോജനം കിട്ടും. നിങ്ങൾ 10 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. നിങ്ങൾ കൈകൾ ഉയർത്തിയതിന് ശേഷം
ഇതേപോലെ നിങ്ങളുടെ കാലുകൾ ഒരു ഇടതുവശത്തെ കാല് ഉയർത്തുമ്പോൾ വലതുവശത്തെ കൈ പതുക്കെ ആ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവന്ന് വിരലിൽ തൊടുവാനായിട്ട് ശ്രമിക്കുക. കാലിൻ്റെ വിരലിൽ തൊടുവാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ കണ്ടില്ലേ? 10 പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് നിങ്ങളുടെ ആബ്സിനും നിങ്ങളുടെ കാലുകൾക്കും നല്ല ഒരു വർക്കൗട്ടാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഷോൾഡറിനും നല്ല ഒരു വ്യായാമമാണ്. ഓക്കെ, 5 സെക്കൻഡ് റെസ്റ്റിന് ശേഷം നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുക. നിങ്ങളുടെ കാലുകൾ ഇതേപോലെ നിങ്ങൾക്ക് അകത്തി വെക്കാം. ഇത്ര മാത്രം അകത്തി വെക്കുക. ഓക്കെ, ഞാനീ ചെയ്യുന്ന കണക്ക്. അതിനുശേഷം നിങ്ങൾ കൈകൾ പതുക്കെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ നിങ്ങളുടെ കാലുകളിൽ തൊടുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതേ കണക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ ഹിപ്പ് മസിലിലോട്ട് കൈ കൊണ്ട് വെക്കുക. വീണ്ടും അടുത്ത സൈഡിലോട്ട് ചെയ്യുക. ഇതേ കണക്ക് കണ്ടില്ലേ? ഇതേപോലെ ചെയ്യുക. ഇത് നിങ്ങളുടെ ലോവർ ബാക്കിനും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ആബ്സിനും നല്ല ഒരു വ്യായാമമാണ്. നല്ല ഫ്ലെക്സിബിലിറ്റി തരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വ്യായാമം കൂടിയാണ്. ഓക്കെ, 10 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, 5 സെക്കൻഡ് റെസ്റ്റിന് ശേഷം നിങ്ങൾ കൈകൾ മുകളിലോട്ട് ഉയർത്തുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഭാഗത്തെ ആ ഒരു കാലുകളിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് തൊടുവാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നിങ്ങളുടെ മറുകൈ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക മാക്സിമം. ഇതേ കണക്ക് എൻ്റെ കൈ പോകുന്ന കണക്ക് കണ്ടില്ലേ? ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. സൂപ്പർ വർക്കൗട്ടാണ്. 10 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് ഇതേ കണക്ക് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കാലുകൾ അടുപ്പിക്കുക. അതൊക്കെ അല്പം അകത്തി കൊടുക്കുക. ഇതേ കണക്ക് കണ്ടില്ലേ? ഇത് നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ഒരു പെൽവിക് ഭാഗം അതുകണക്ക് തന്നെ ഇന്നർ സൈസൊക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന അടിപൊളിയൊരു വ്യായാമമാണ്. 10 പ്രാവശ്യം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഓരോ വർക്കൗട്ടിന് ശേഷവും 5 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അതും ആവാം. ഓക്കെ, ഇതിനുശേഷം നമ്മൾ വീണ്ടും കാലുകൾക്ക് തന്നെ ചെയ്യുകയാണ്. ആദ്യം നിങ്ങൾ കാലുകൾ ഇതേ കണക്ക് ഉയർത്തി പതുക്കെ ഇങ്ങനെ ഒന്ന് വൈഡ് ചെയ്യുക. അതിനുശേഷം താപ്പോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതേപോലെ അടുപ്പിക്കുക. താപ്പോട്ട് കൊണ്ടുവരിക. ഇതേ കണക്ക് നിങ്ങൾക്ക് 10 പ്രാവശ്യം ചെയ്യാം. വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് കാലുകൾക്ക്. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ മാക്സിമം നിങ്ങളുടെ ഫയറിൻ്റെ ഭാഗത്തോട്ട് ഇതേ കണക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ. ഇത് നിങ്ങളുടെ ആബ്സിന് വേണ്ടിയിട്ട് നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അടിപൊളി വ്യായാമമാണ് ആബ്സിന് വേണ്ടിയിട്ട്. സെക്കൻഡ് റെസ്റ്റിന് ശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം.
അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് കാല് നിങ്ങൾ ഫ്ലോറിൽ നിന്നും അല്പം ഉയർത്തി വെക്കണം. ഓക്കെ, നിങ്ങൾ ഫ്ലോറിൽ തട്ടിച്ച് വെക്കരുത്. ഉയർത്തി വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക സൈഡുകളിലോട്ട്. കണ്ടില്ലേ, റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഇത്. നിങ്ങളുടെ ഹിപ്പ് മൊബിലിറ്റിക്ക് നല്ല ഒരു വർക്കൗട്ടാണ്. ഹിപ്പിൻ്റെ ആ ഒരു ജോയിൻറ്റിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു വ്യായാമം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ 10 പ്രാവശ്യം ഇതേ കണക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് നമുക്ക് കിടക്കാം. അടുത്ത വർക്കൗട്ട് നമ്മൾ കാഫിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കാഫ് മസിൽസിന് വേണ്ടിയിട്ട്. ഓക്കെ, കാഫ് മസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് നിങ്ങളുടെ ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു ഹീൽ ഭാഗം, നിങ്ങളുടെ ഒരു ഉപ്പൂറ്റി ഭാഗം നിങ്ങൾക്ക് പതുക്കെ മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തി കൊടുക്കാം. 10 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. ഇത് കാഫ് മസിലിന് നല്ല വ്യായാമമാണ്. അഞ്ച് സെക്കൻഡ് റെസ്റ്റിന് ശേഷം നമുക്ക് അടുത്ത വ്യായാമത്തിലോട്ട് പോകാം. നിങ്ങൾക്ക് കൈകൾ ഇതേ കണക്ക് തലയുടെ ഭാഗത്തായിട്ട് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ അല്പം അകത്തി വെക്കുക. അകത്തി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സൈഡുകൾ കൊണ്ട് ഇതേപോലെ നിങ്ങളുടെ കാലുകൾ പതുക്കെ ഉയർത്തി കൊടുക്കാം. ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങളുടെ സൈഡിലോട്ട് ഇതേപോലെ കണ്ടില്ലേ, ഇത് കണക്ക് നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. ഇത് നിങ്ങളുടെ ആബ്സിനും നിങ്ങളുടെ കാലുകൾക്കും നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഞാനിന്ന് കാണിച്ചു തരുന്ന 20 മിനിറ്റ് വ്യായാമം സ്ത്രീകൾക്കും പ്രായമായവർക്കും എല്ലാം വീട്ടിൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. ഒരു കസേര മാത്രം മതി നിങ്ങൾക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മാക്സിമം ബാക്കിലോട്ട് കൈകൾ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം കൈകൾ മടക്കാതെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതേപോലെ മുട്ടിക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ഷോൾഡറിനും അതേകണക്ക് തന്നെ ചെസ്റ്റുകൾക്കും നല്ല ഒരു വ്യായാമമാണ്. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അഞ്ച് സെക്കൻഡ് റെസ്റ്റിന് ശേഷം നിങ്ങൾ കൈകൾ ഇതേപോലെ വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. ഇതും നിങ്ങളുടെ ഷോൾഡറിനും ബാക്ക് മസിലിനും ചെസ്റ്റിനും നല്ല ഒരു വർക്കൗട്ടാണ്. മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ടിലോട്ട് പതുക്കെ കൊണ്ടുവരിക. 10 പ്രാവശ്യം ചെയ്യുക. You never see me agitated. I think about my actions, plan them out, evaluated. That's how I end up on the top, man, I'm calculated. My mind's a weapon, my body is the engine. I'm never second guessing, I just do what I was destined. Cause I feel I got the blessing, persistence and ഇപ്പോൾ നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, കൈകൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് ഇതേപോലെ പഞ്ച് ചെയ്യുക. മാക്സിമം നിങ്ങളെ കൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത് നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, നല്ല ഒരു വർക്കൗട്ടാണിത്. നിങ്ങളുടെ ചെസ്റ്റ് ഭാഗം, നിങ്ങളുടെ ഷോൾഡർ ഭാഗമൊക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 20 മിനിറ്റ്സ് ഹോം വർക്കൗട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഫോളോ ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടുത്ത ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാം ബൈ.